നല്ലോണോ നല്ലോണോ കുഴപ്പമില്ല. കൊള്ളാം, നല്ല പടം, നല്ല സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല കോമഡി. എ സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. ത്രൂ ഔട്ട് കോമഡിയാണ്. പിന്നെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു തമാശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിയേറ്റർ വാച്ചബിളാണ്. താങ്ക് യു. എന്താണ് സംഭവം? നല്ല പടം. സിനിമ ഇത് സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ്, തമിഴാണ്. പക്ഷേ ഈ പ്രമേയത്തിൽ ഈ സിനിമ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ ഈ ലോകത്തു നിന്ന് ആരും വിട പറയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു ആ മനുഷ്യൻ്റെ. പക്ഷേ മരണം കഴിഞ്ഞതിന് ശേഷവും ആൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മാത്രമാണ് ബോഡി ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. ആ പ്രാണൻ അപ്പോഴും കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. പ്രമേയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് വന്നത്. പക്ഷേ വളരെ ചിരിക്കാനുള്ള, രസിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കാണണം പറയുന്നതിൽ. പക്ഷേ 18 വയസ്സിന് മീതിയുള്ളവർക്കാണ് ഈ സിനിമയ്ക്ക് പ്രവേശനമുള്ളൂ. പക്ഷെ അത് കണ്ടാൽ അത് മനസ്സിലാവും. ചിരിച്ചിട്ടാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത് വളരെ രസകരമായ രീതിയിൽ തമിഴിൽ ഈ പ്രമേയം മലയാളത്തിൽ വന്നിട്ടില്ല. തമിഴിലാണ് ആദ്യമായിട്ട് ഇത് വന്നിരിക്കുന്നത്. തമിഴിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ. എന്തായാലും ഈ സിനിമ വാച്ച് ചെയ്യട്ടെ, എന്തായാലും നന്നാവും. ഫാമിലി സിനിമയല്ല, അതെൻ്റെ പ്രമേയിച്ച് ഫാമിലി അങ്ങനെ വൃത്തികേടൊന്നുമില്ല. എന്ന് പറയുന്നത് ആ പ്രമേയം അങ്ങനത്തെ ആയതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പല മനുഷ്യർക്കും പല ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം വേണമെന്നാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് പ്രായമായ ആൾക്കാർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ പലതും തെറ്റിദ്ധരിക്കും ഇങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനത്തെ ഇതൊന്നുമില്ല സിനിമയിൽ. ചിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിഷയം. പലരും പലതായിട്ടാണ് സംസാരിക്കുന്നത് സിനിമയുടെ അകത്ത്. പക്ഷേ രസകരമായ രീതിയിൽ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴിൽ നിന്നാണ് ആ പ്രമേയം വന്നിരിക്കുന്നത്. സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് ഉണ്ട്. എല്ലാവരും ആസ്വദിച്ചിട്ടാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. ഓക്കെ, പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാം നല്ല പടം, കുഴപ്പമില്ലാണ്ട് പടം കണ്ട് ചിരിച്ചിറങ്ങി പോകാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് ഒരു മരണം ബേസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത്. പക്ഷേ ആ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരു കോമഡിയാണ്. കാരണം നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല നല്ല പെർഫോമൻസ് ആണ്. കാരണം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ വിടാതെ തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ അത്യാവശ്യം ചിരിക്കാം, എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. പറഞ്ഞ അതിൽ തന്നെ നമ്മൾ ഒരു മരണത്തിൽ നോക്കി നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മേക്ക് ചെയ്തത്. കാരണം എന്താ പറയുക, 100%-ൽ 90% ചിരിയും 10% ഇമോഷണലുമാണ്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താ കറക്റ്റ് മീറ്റിലാണ് ചെയ്തത്. പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പടം. അഡൽട്ട് സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതി തിയേറ്റർ വരാതിരിക്കരുത്. ഇത് അങ്ങനെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് എ ആയിപ്പോയത്. അല്ലാതെ പക്ക എൻ്റർടൈനറാണ്. ചിരിക്കാനായിട്ട് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു പടമാണ്.